മൈത്രേയ വിതുര ഉപദേശം. ആദ്യത്തെ ചോദ്യം തന്നെ അതിഗംഭീരമാണ്. ജീവിതത്തിൽ എല്ലാവർക്കും സുഖം വേണം, ജീവിതത്തിൽ സന്തോഷം വേണം. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിന് വിതുരർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയ മഹർഷി. നമ്മളെ ലൈഫിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല. ദോഷം, ഭയം. കൃഷ്ണൻ്റെ ഓടക്കോൾ വെച്ചാൽ ദോഷമുണ്ടോ? ശിവൻ്റെ ശിവലിംഗം അങ്ങോട്ട് തിരിച്ചാൽ പ്രശ്നമുണ്ടോ? നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വെച്ചാൽ പ്രശ്നമുണ്ടോ? പൊട്ടിയ വിഗ്രഹം വെച്ചാൽ പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് നമുക്കുള്ള ചോദ്യങ്ങൾ. എല്ലാവർക്കും സുഖം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം. വേണ്ടേ? സുഖം ആവണം ജീവിതം. ഈ അമ്പലത്തിലൊക്കെ കറങ്ങുന്നത് സുഖം ആവാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾ വരുന്നതും വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ. ത്തിലെ തൃതീയ സ്കന്ധത്തിലെ വിതുര മൈത്രേയ സംവാദമാണ് നമ്മൾ ആരംഭിച്ചു വെച്ചത്. വിതുര മഹാത്മാവ് അദ്ദേഹം മൈത്രേയ മഹർഷിയെ കാണുന്നതും അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും. ഇവിടെ നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്നിരിക്കുന്നൊരു സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തെ ശരിക്കും വിശകലനം ചെയ്തുകൊണ്ട് വേണം ആചാര്യന്മാരിൽ നിന്നും ചോദ്യം ചോദിക്കാൻ. പലപ്പോഴും നമ്മുടെയൊക്കെ സില്ലി ചോദ്യങ്ങളൊക്കെയാണ്. തിരി അങ്ങോട്ട് കത്തിക്കണോ, ഇങ്ങോട്ട് കത്തിക്കണോ, ഒന്ന് കത്തിക്കണോ, രണ്ട് കത്തിക്കണോ, ദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെ ലൈഫിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല. ദോഷം, ഭയം. കൃഷ്ണൻ്റെ ഓടക്കോൾ വെച്ചാൽ ദോഷമുണ്ടോ? ശിവൻ്റെ ശിവലിംഗം അങ്ങോട്ട് തിരിച്ചാൽ പ്രശ്നമുണ്ടോ? നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വെച്ചാൽ പ്രശ്നമുണ്ടോ? പൊട്ടിയ വിഗ്രഹം വെച്ചാൽ പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് നമുക്കുള്ള ചോദ്യങ്ങൾ. എന്നാൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് വലിയ അർത്ഥവത്തായ ചോദ്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ. ഇവിടെ അഞ്ചാമത്തെ അധ്യായത്തിൽ, 3-ാം സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യം അതിഗംഭീരമാണ്. പറയുന്നത്, സുഖായ കർമാണി കരോതി ലോകേ നദൈ സുഖം വാ നിതുപാരമം വാ വിന്ദേതഭൂയ യഥയത്ര ദുഃഖം യഥത്ര യുക്തം ഭഗവൻ വദെന്ന. വളരെ മനോഹരമായൊരു ചോദ്യമാണ്. എന്താ ചോദിക്കുന്നത്? സുഖായ കർമാണി കരോതി ലോകേ. ആളുകൾ ഈ ലോകത്തിൽ സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവർക്കും സുഖം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം. വേണ്ടേ? സുഖം ആവണം ജീവിതം. ഈ അമ്പലത്തിലൊക്കെ കറങ്ങുന്നത് സുഖം ആവാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ അതെല്ലാം ശരിയാക്കി കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾ വരുന്നതും വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പം ഇവിടെ ചോദിക്കുകയാണ്, സുഖായ കർമാണി കരോതി ലോകേ. ആളുകൾ സുഖത്തിന് വേണ്ടി കർമ്മങ്ങളൊക്കെ, അതായത് അവനവൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കല്യാണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളാവുന്നു, വീട് വയ്ക്കുന്നു, ഒക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. വലിയ കാറ് മേടിക്കേണ്ട, സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഈ സുഖങ്ങളൊക്കെ ഒരു വശത്ത് ഉള്ളപ്പോഴും മനുഷ്യൻ്റെ മനസ്സ് ഇതിലൊക്കെ തൃപ്തി അടയുന്നില്ല. നോ സാറ്റിസ്ഫാക്ഷൻ, നോ കണ്ടെയ്ൻമെൻറ്റ്. മനസ്സിനൊരിക്കലും ഒരു സന്തോഷം വരുന്നില്ല, ഒരു തൃപ്തരാവുന്നില്ല. എന്ന് മാത്രമല്ല, മനസ്സിലെവിടേക്കോ ഒരു നീറിപ്പുകയുന്ന വിഷമങ്ങൾ. അത് നമുക്കാണെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു പ്രോഗ്രസ് കിട്ടുമ്പോഴേക്കും അപ്പുറത്ത് അതിലും പ്രോഗ്രസ് ഒന്ന് അസൂയ കയറി പിടിച്ചു. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ അവരുടെ മാർക്കിൽ ഹാപ്പി ആവാനല്ല അമ്മമാർ നോക്കുക, മറ്റവൻ എന്ത് കിട്ടി, മറ്റവർക്ക് എന്ത് കിട്ടി എന്നാണ്. ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടാവും. ആണോ അല്ലയോ? ആണോ? ഇപ്പം നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നല്ല വില കൂടിയ സാരി കൊടുത്തിട്ട് കല്യാണത്തിന് പോയി, പക്ഷെ നിങ്ങളുടെ സാരി ആരും വില വെച്ചില്ല, വേറൊരാളുടെ സാരി വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് വിഷമായി. അത് ഭർത്താവും കൂടി വാങ്ങിച്ചതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഒരു മുഖത്തേക്ക് ഒരു നോട്ടം ഉണ്ടാവും. മനസ്സിലായില്ലേ? കഴിഞ്ഞതോടുകൂടി. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് എന്ത് കിട്ടിയാലും മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, ദുഃഖങ്ങൾ, വിഷമങ്ങൾ മനുഷ്യനെ ദിനം പ്രതി കൂടിക്കൊണ്ടുവരികയാണ്. നമുക്ക് പണ്ടത്തെ സുഖങ്ങളൊന്നും ഇന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്, അല്ലേ? പല കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ.
അപ്പം ഇവിടെ ചോദിക്കുകയാണ്, സുഖായ കർമാണി കരോതി ലോകേ പക്ഷേ ദുഃഖമേവ ഭൂയവർദ്ധതേ. മനുഷ്യന് പ്രായം മുന്നോട്ട് പോകും തോറും സുഖത്തേക്കാളുപരി പറയൂ ദുഃഖമാണ്. നമ്മൾ നോക്കൂ, ഇന്നൊരു ആവറേജ് നമ്മളൊരു ആളുകളുടെ ഏജിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രായമാകും തോറും സന്തോഷമുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലേ, അതുപോലെ തന്നെ വീട്ടുകാരുടെ പഴയ പോലെ അറ്റൻഷൻ ഇത്തിരി കുറയും. മക്കളാണെങ്കിൽ എഴുതി തള്ളിയിട്ടുണ്ടാവും, ചിലത് പറയും ഇതൊക്കെ എന്താണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ്, ഇനിയിപ്പോൾ റിന്യൂവൽ വേണ്ട. ഈ രീതിയിലൊക്കെ കുറേ അവഗണനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കൂടുമ്പോൾ ഉള്ളിലെവിടെയോ ഒരു നീറിപ്പുകയുന്ന ഒരു ദുഃഖം മനുഷ്യനെ വേട്ടയാടും. ഉണ്ടാവുമോ? പലർക്കും പലതരത്തിലുള്ള ദുഃഖങ്ങളായിരിക്കാം, പല രീതിയിലുള്ള ദുഃഖങ്ങളായിരിക്കാം. ഇന്നാണെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് ജോലിയില്ല, ഇന്നാണെങ്കിൽ ചെയ്യുന്ന ജോലിയും വിദ്യാഭ്യാസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ നിൽക്കുന്നൊരു വാച്ച്മാൻ അദ്ദേഹം പറയുന്നു, എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ സ്വാമി എന്ന്. പാവം നല്ല ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളാണ് അത്ര, പക്ഷെ എന്ത് ചെയ്യാനാ, ജോലി കിട്ടണ്ടേ പാവം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം വിദ്യാഭ്യാസമുള്ള അതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ജോലി കിട്ടിയാൽ ശമ്പളം വിചാരിച്ച പോലെ കിട്ടണമെന്നില്ല. ഗവൺമെൻറ് ജോലി എല്ലാവർക്കും കിട്ടണമെന്നില്ല. പ്രൈവറ്റിലാണെങ്കിൽ കൊന്നു പണിയെടുപ്പിക്കുക അവർ അല്ലേ, ശമ്പളം കൊടുത്താൽ പോലും. അങ്ങനെ പല രീതിയിൽ മനുഷ്യൻ്റെ മനസ്സ് പണ്ടത്തേതിനേക്കാളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും കൂടുതൽ അനുഭവിക്കുന്ന കാലമാണ്. ഞാൻ ചോദിക്കട്ടെ, പഴയ കാലത്ത് കല്യാണം കഴിഞ്ഞ ആളുകളുടെ ഭാര്യാഭർത്തൃ സ്നേഹബന്ധം ഇനിയുള്ള തലമുറയ്ക്ക് കിട്ടുമോ? വെറും ഷോ വാക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലേ, വാക്കുകളിൽ മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ. ആണോ അല്ലയോ? കാരണം ഇന്ന് ആർക്കും സമയം കൊടുക്കാനില്ല, എന്നാൽ എല്ലാവർക്കും തോണ്ടാൻ സമയമുണ്ട്. ആർക്കും അതിനൊരു സമയക്കുറവുമില്ല. അതാണെങ്കിൽ ഇന്ന് സുഭിക്ഷമായിട്ട് നമ്മുടെ കയ്യിൽ ദൈവം തരുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, കലിയുഗത്തിൽ ഭഗവാൻ തന്ന വരദാനമാണ് ഫോൺ എന്ന് പറയുന്നത്. അതും കൂടി ഇല്ലെങ്കിൽ മനുഷ്യൻ ചത്തുപോയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ആരാണ് ഭാര്യ വേണോ ഫോൺ വേണോ വെച്ച് കഴിഞ്ഞാൽ ഫോൺ മതി എന്ന് പറയുന്ന കാലമാണ്. ഈ മക്കളോട് ചോദിച്ചു, ഞാൻ പണ്ടൊക്കെ ചോദിക്കുക, കുട്ടൻ്റെ അപ്പൂൻ്റെ അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അമ്മ, കാരണം അമ്മ വേണം അവനെല്ലാ കാര്യം. ഇപ്പം അതേ കുട്ടിയോട് ചോദിക്കുക, അപ്പൂന് മൊബൈലാണോ വേണ്ട അമ്മയാണോ വേണ്ടതെന്ന്, എനിക്ക് മൊബൈൽ മതി എന്നാണ് പറയുക. ഇന്ന് അതിന് അമ്മ വേണ്ട. അപ്പോൾ ഇന്ന് അതിൻ്റെ സുഖവും സന്തോഷമൊക്കെ അത് മൊബൈലിലാണ് കാണുന്നത് അല്ലേ, കാലം മാറിപ്പോയി. അപ്പോൾ ഇവിടെയാണ് എന്തുകൊണ്ട് മനുഷ്യൻ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നിർവചനങ്ങളൊക്കെ തെറ്റിപ്പോയത്. ഇത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. മനുഷ്യൻ്റെ ഒരു ധാരണ സുഖത്തിന് വേണ്ടി ജീവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ മനുഷ്യൻ സുഖത്തിനല്ല ഇവിടെ വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരാൾക്കും സുഖജീവിതം നയിക്കാൻ കാലം നമ്മളെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈവിധ്യമാണ് ഇവിടുത്തെ പ്രകൃതി. എന്താണ്? ചലനാത്മകമാണ്, വൈവിധ്യമാണ്. അപ്പം മാറിക്കൊണ്ടിരിക്കുക, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ സാധ്യമല്ല. നല്ല അപ്പം കയ്യിൽ കിട്ടി, നിങ്ങൾ വിചാരിക്കുക ഈ അപ്പം നാളെ കഴിക്കുകയെന്ന്. എന്തായിരിക്കും അവസ്ഥ? നല്ല ഫോറിൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റാണ്, അത് നാളെ കഴിക്കുക എന്ന് പറഞ്ഞ് ഇത്തിരി ചൂടുള്ളടത്ത് കൊണ്ടുവച്ചു. അതപ്പോഴേക്കും കംപ്ലീറ്റ് ഉരുകി കയറുന്ന കഴിഞ്ഞ്. ഇതുപോലെ ഓരോ കാര്യങ്ങൾ. ഇപ്പം നോക്കൂ നിങ്ങൾ, സ്വർണം ഇടാൻ നിങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ളതാണ്, പക്ഷെ എന്നാൽ അത് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റുമോ? തലയുണ്ടാവുമോ മനുഷ്യന്? അല്ല, ആലോചിച്ച് നോക്കൂ. അല്ലേ, ശരിയല്ല ഇത്? എത്രത്തോളം നിങ്ങൾ സ്വർണ്ണം ഇടുന്നോ അത്രത്തോളം സുരക്ഷിതത്വം കുറഞ്ഞു വരും. അതുകൊണ്ടാണല്ലോ ഇപ്പം ബസ്സിലൊക്കെ ഈ
മാല അടിച്ചു മാറ്റി പറഞ്ഞ ഒരു സ്ത്രീകൾക്കും കുലുക്കല്. ഞാൻ വിചാരിച്ചു നാരായണിയൊക്കെ വായിച്ചുകൊണ്ടായിരിക്കുന്ന നിഷ്കമ്പേ നിത്യപൂർണ്ണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. അപ്പോൾ ഇതൊരു ബസ്സിലിങ്ങനെ ഒരു സ്ത്രീയുടെ മാലയൊക്കെ പൊട്ടിച്ചപ്പോൾ എല്ലാവരും ബഹളം വെച്ചു, അയ്യോ നിർത്തൂ പോലീസ് അത് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞു പാവം രക്ഷപ്പെട്ടോട്ടെ എന്ന്. ഞാൻ ചോദിച്ചു എന്താ ഇത്ര ഹൃദയത്തിൽ ഇത്ര സ്നേഹം? ഇല്ലേ 150 രൂപയുള്ളൂ എന്ന്. അഭിനന്ദ പോയാലും ഇപ്പം എന്താ കഷ്ടം, അത്രയേ ഉള്ളൂ അതിന് വില. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ എന്തിനു വേണ്ടി വന്നു നമ്മൾ? ഇതാണ് നമുക്ക് നല്ല ഉത്തരം തലയിൽ ഉറപ്പിക്കേണ്ടത്. ഗീതയിൽ 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകം മരിച്ചാലും മറക്കരുത്. എന്തിനാണ് മനുഷ്യൻ ഭൂമിയിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഉദ്ധരേത് ആത്മനാത്മാനം. എന്തിനാണ്? സുഖജീവിതം നയിക്കാനല്ല. കാരണം സുഖം എന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ പേരാണ്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ പേരാണ് ഇന്ദ്രിയ സുഖങ്ങൾ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാസനകളെ തൃപ്തിപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉറക്കെ പറയൂ സുഖം. എത്രത്തോളം നിങ്ങൾ വാസനകളെ തൃപ്തിപ്പെടുത്തിയാലും അത് നാളെ കാലം നിങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ അറിയുന്നില്ല. എന്നും നമുക്ക് തെളിഞ്ഞ വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. മഴ പെയ്യുമ്പോഴേക്കും വെള്ളം കലക്ക് വെള്ളമായിട്ട് മാറിയിട്ടുണ്ടാവും. ഉണ്ടാകൂ? എന്നും നമുക്ക് ജീവിതത്തെ അതുപോലെ പിടിച്ചു നിർത്താൻ ഉറക്കെ പറയൂ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ സ്നേഹം എന്ന വാക്കുകളൊക്കെ കാലം കൊണ്ട് ആളുകൾ തിരിച്ചറിയുന്നത്. ഒരാൾക്കും മറ്റൊരാളെ 100% സ്നേഹിക്കാൻ സാധ്യമല്ലെന്ന് കാലം കൊണ്ടാണ് പലരും അറിയുന്നത്. പക്ഷെ ചെറുപ്പത്തിൽ നമുക്കതൊരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പൂന്താനം പാടിയത് കണ്ടതൊന്നുമേ സത്യമല്ലെന്നിതോ മുൻപേ കണ്ടിട്ടറിയുന്നീതോ ചിലർ, എന്നാൽ കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. ഇതൊന്നും സത്യമല്ലെന്ന് പലരും അറിയുന്നില്ല. അപ്പം നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്? മനസ്സിനെ ശ്രദ്ധിക്കണം. എന്തിനാണ്? മനസ്സിനെ പതുക്കെ പതുക്കെ അനുഷ്ഠാനങ്ങളിലൂടെ ഉയർത്തിയെടുക്കുമ്പോൾ ആത്മബലത്തിൽ കിട്ടുന്നതാണ് നിത്യസുഖം. മറ്റേത് നമുക്ക് കിട്ടുന്ന തൽക്കാലത്തേക്ക് കിട്ടുന്ന ഇന്ദ്രിയ സുഖങ്ങളാണ്. ആത്മബലത്തിലൂടെ കിട്ടുന്ന നിത്യസുഖം വേണോ, താൽക്കാലികമായിട്ടുള്ള ഇന്ദ്രിയ സുഖം വേണോ? ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രേയസ്സെന്നും ശ്രേയസ്സെന്നും. താൽക്കാലികമായി കിട്ടുന്ന സുഖത്തിൻ്റെ പേരാണ് പ്രയോ മാർഗം. എന്നാൽ നിരന്തര അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ബലപ്പെടുത്തി കിട്ടുന്ന സുഖത്തിൻ്റെ പേരാണ് അവർക്ക് പറയൂ ശ്രേയോ മാർഗം. നിങ്ങൾ നോക്കൂ, നിരന്തരം അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർക്ക് മനോബലം കൂടി വരുംതോറും ആത്മസുഖത്തിൻ്റെ തീവ്രത കൂടി വരുമ്പോൾ മരിക്കുന്നതുവരെ സുഖമാണ്. കാരണം അവരുടെ ഊർജം, സുഖം എന്ന് പറയുന്നത് ആ ഊർജപ്രവാഹം എങ്ങോട്ടാണ്? മുകളിലേക്കാണ്, പ്രാണോർജമാണ്. മറ്റേതെല്ലാം അപാന ഊർജമാണ്. കാരണം ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി കിട്ടുന്ന സുഖം അത് ടെമ്പററിയാണ്. വളരെ 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 ഒരു ലിമിറ്റഡ്, വളരെ കുറഞ്ഞ സമയത്ത് മാത്രം മനുഷ്യന് പിടിച്ചു നിർത്താം. അപ്പം നാക്കിൻ്റെ രുചി എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും? ഇല്ലേ? എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ പ്രസവിച്ചു, കുട്ടികളെ വളർത്തുന്നു, വലിയ സുഖമാണ്. കാരണം ആ കുട്ടിയെ കൊണ്ട് നടക്കലും ഓമനിക്കലും എത്ര വർഷം കാലം ഒന്നും പിടിച്ചു വയ്ക്കാൻ ആരെയും അവർക്ക് പറയൂ അനുവദിക്കുകയോ ഇല്ല. കാലം അത്രയാണ് ജീവിതം തരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ജീവിതം മരിക്കുന്നത് വരെയുള്ളൊരു ജീവിതത്തെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ മനസ്സിനെ ഉയർത്തണം. ഉദ്ധരേത് ആത്മനാത്മാനം. ഇത് നമ്മൾ ജീവിതത്തിലുണ്ടല്ലോ, ചെറുപ്പത്തിലേ നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ദിവസവും ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു, എളുപ്പമായിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് അറിയണമെന്ന് അറിയോ? വണ്ടി ഏറെക്കുറെ പഞ്ചറാകുമ്പോഴാണ് ഉദ്ധരേത് ആത്മനാത്മാനം ഒക്കെ അറിയുന്നത്. ഇല്ലേ? നിങ്ങൾ നോക്കൂ, പല
അമ്മമാരും നാരായണിയൊക്കെ പഠിക്കുന്നത് ഏറെക്കുറെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മക്കൾക്കും വേണ്ട. എൻ്റെ ഇടയ്ക്ക് ഭർത്താവ് ടാറ്റ പറയും ചെയ്തു. ഒറ്റയ്ക്കായിരുന്നിട്ട് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. ഇത് വായിച്ചിട്ട് ഗുരുവായൂരപ്പനും ഗുണമില്ല, നിങ്ങൾക്കും ഗുണമില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ആരോടോ ഉള്ള സങ്കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പാടുകയാണെന്ന്. അതാണ് പലരും വൈകിയാണ് ഇതിലേക്ക് വരുന്നത്. കൗമാരത്തിൽ ചെറുപ്പത്തിൽ ഇതിലേക്ക് വരാൻ നമുക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് പേടിയാണ് ഇതിലേക്ക് വന്നാൽ എങ്ങാനും ജീവിതം പോയി പോകുമോ എന്നുള്ളത്, ലൗകികം നമുക്ക് നഷ്ടപ്പെടുമെന്ന്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയില്ല, ലൗകികമായാലും ശരി ആത്മീയ ആയാലും ശരി മനസ്സുണ്ടെങ്കിലേ ഏതും ഉള്ളൂ. മനസ്സില്ലെങ്കിൽ, അതെങ്കിൽ നല്ല മനസ്സില്ലെങ്കിൽ, ഒരു ഡിസ്റ്റർബ്ഡ് മൈൻഡാണെങ്കിൽ എന്തുണ്ടായിട്ടും അവർക്ക് പറയൂ ഒരു കാര്യമില്ല. നിങ്ങൾ ഡെയിലി ജപിക്കുന്ന ആൾക്കാരായി ശീലിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് നിസ്സാരമായ കാര്യത്തിൽ ആനന്ദം കണ്ടെത്താം. മറ്റ് ആളുകൾക്ക് എന്ത് തന്നെ കിട്ടിയാലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണം. ചോക്ലേറ്റ് കൊടുത്തു, നല്ല ചോക്ലേറ്റ്, വില കൂടിയ ചോക്ലേറ്റ്. അത് കഴിഞ്ഞ് അടുത്ത കുട്ടിക്ക് ഒരെണ്ണം എക്സ്ട്രാ കൊടുത്താൽ ആദ്യത്തേതിൻ്റെ സുഖം പോയി. ഇനി എങ്ങനെ അത് എൻ്റെ കയ്യിലേക്ക് വരുന്നുള്ള ആ കുട്ടി ചിന്തിക്കുന്നത്. ആണോ അല്ലയോ? ഇപ്പം നിങ്ങൾ സദ്യക്ക് പോയാലും സദ്യക്ക് നിങ്ങൾക്ക് എല്ലാ വിഭവവും കൊണ്ട് വിളമ്പിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് 2 ഗ്ലാസ്സിൽ എന്തോ കൊണ്ട് കൊടുത്തു, നിങ്ങൾക്ക് 1 ഗ്ലാസ്സേ തന്നുള്ളൂ. അതെന്താന്നിട്ട് നിങ്ങൾക്ക് അറിയുന്നുമില്ല. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്തു, നിങ്ങൾക്ക് തന്നില്ല അത്. ആ ഒരൊറ്റ എക്സ്ട്രാ ഗ്ലാസ് മതി നിങ്ങളുടെ സമാധാനം കളയാൻ. ഉണ്ടോ? നിങ്ങളുടെ ചിന്ത അതായി അതിലെന്തോ അത് എത്തി നോക്കും എന്താ ഇതെന്നതെന്ന്. കാരണം നമ്മുടെ മൈൻഡ് വെറുതെ ഇരിക്കില്ല. അവർക്ക് എന്താണ് സ്പെഷ്യലായിട്ട് കൊടുത്തിരിക്കുന്നത് എന്ന്. ആണോ? ഇതാണ് മനുഷ്യൻ്റെ. അപ്പം നോക്കൂ, നിങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷെ ഉള്ളതിനെ ആസ്വദിക്കാൻ മനസ്സൊരിക്കലും നമ്മളെ അനുവദിക്കില്ല. മനസ്സിൻ്റെ 2 സ്വഭാവമാണ്. എന്ത്? മറ്റുള്ളവരിലേക്കൊരു താരതമ്യം ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒരു മത്സരം നടത്തുക. അപ്പം മത്സരിക്കലും താരതമ്യം ചെയ്യലും മറ്റുള്ളവർക്ക് കിട്ടിയതിൽ അസൂയപ്പെടലൊക്കെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്ന് ഒരുപാട് കുട്ടികൾ ഈ ദുരിതത്തിൽ അനുഭവപ്പെടുന്നവരാ. ഉയരം ഇല്ലാത്തവർ ഉയരമുള്ളവരെ നോക്കി അസൂയപ്പെടും. ഇത്തിരി കളർ കുറവുള്ളവർ കളർ ഉള്ളവരെ നോക്കി അസൂയപ്പെടുന്നു. അവരറിയുന്നില്ല അവരുടെ ഉള്ളിൽ അവർക്ക് എന്തൊക്കെയോ കഴിവുകളും വൈഭവങ്ങളും മഹത്വങ്ങളും ഉണ്ടെന്ന് അവർക്കറിയില്ല. ദേ ഡോണ്ട് ലുക്ക് ഇൻ ടു ദാറ്റ്. അവർ മറ്റുള്ളവരായിട്ട് എപ്പോഴും പൈസ ഇല്ലാത്തവൻ എപ്പോഴും എന്നാൽ എനിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള അവരറിയുന്നില്ല. ഇന്ന് പൈസയുള്ളവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടായിരിക്കും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആണോ അല്ലേ? എനിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും, എനിക്കും കഴിവുണ്ട്, അതിലേക്ക് ആരും നോക്കുന്നില്ല. ആത്മീയതയുടെ ബേസ് എന്ന് പറയുന്നത് ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ ദിവ്യമായ കഴിവും ശക്തിയും ഉള്ളവരാണ്. പൊട്ടൻഷ്യലി എവരി വൺ ഈസ് ഡിവൈൻ ആൻഡ് പൊട്ടൻഷ്യലി എവരി വൺ ഈസ് ഹാവിങ് ഡിവൈൻ സ്കിൽ ആൻഡ് സ്ട്രെങ്ത്. ഇത് പഠിപ്പിക്കുന്നതാണ് ആത്മീയത. അതുകൊണ്ട് എപ്പോഴും ഓർത്തോളണം, മുദ്രേത് അവനവനെ ഉയർത്തണം. എന്തിനു വേണ്ടിയിട്ട്? എന്നിൽ മറ്റുള്ളവരിൽ ഇല്ലാത്ത ചില കഴിവും ശക്തിയും ഉണ്ടെന്ന്. ഇത് നമ്മൾ ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറില്ല. 2-ാം അധ്യായത്തിലെ 29-ാം ശ്ലോകം നിങ്ങളൊക്കെ പഠിക്കണം. ഗീതയിൽ ഞാൻ ഈ പറയുന്ന ശ്ലോകങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. സത്യത്തിലുണ്ടല്ലോ, ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് തല്ലിപ്പൊളി എഡ്യൂക്കേഷൻ സിസ്റ്റം. ഞാൻ പറയുക ഇത് കംപ്ലീറ്റ് പൂട്ടിയിടുന്നാണ് പറയുക. ഞാൻ ഈ സ്കൂൾ എഡ്യൂക്കേഷനെ എതിരായിട്ടുള്ള ഒരാളാണ്. സ്കൂളിലെ കുട്ടികൾ പോകരുതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? കാരണം എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പോലും നമുക്കിന്ന് അറിയില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയില്ല. കഷ്ടം തോന്നും നമുക്ക്. ബ്രിട്ടീഷുകാർ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചത് ബൈഹാർട്ട് പഠിക്കുന്നതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ ഒരു ധാരണ. വാസ്തവത്തിൽ എഡ്യൂക്കേഷൻ ഏതോ പുസ്തകം പഠിക്കുന്നതല്ല. എഡ്യൂക്കേഷനും പുസ്തകവും തമ്മിൽ യാതൊരു ഒരു ബന്ധമില്ല. നമ്മളങ്ങനെ ആ ഒരു ഓറിയൻറ്റേഷനിൽ വന്നിട്ടില്ല.
അതിനാണ് ഈ 2-ാം അധ്യായത്തിൽ 29-ാം ശ്ലോകം എടുത്ത് നോക്കൂ നിങ്ങൾ. കൃഷ്ണനെ നമിച്ചു പോവും, കൃഷ്ണനെ നമ്മൾ ആദരിക്കും. ഈ തൊഴുതു പോകുന്നതിന് പകരം നിങ്ങൾക്ക് കൃഷ്ണനോട് അത്യന്തം ഒരു ബഹുമാനം വരും. എന്താണ് കൃഷ്ണൻ പറയുന്നത്? ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ചൊല്ലു. ഈ ശ്ലോകം നിങ്ങളൊക്കെ പഠിച്ചു വെക്കണേ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഇത് നമ്മൾ പ്രചരിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ വളരെ കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവരായി മാറുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ശബ്ദം പോരാ. ആശ്ചര്യവത് പശ്യതി, ആശ്ചര്യവത് വദതി തദൈവ ചാന്യ. ആശ്ചര്യവശ്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഒന്നുകൂടി ചൊല്ലാം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ആശ്ചര്യവത് വദതി തദൈവ ചാന്യ. ആശ്ചര്യവശ്ചൈനമന്യശൃണോതി ശ്രുത്വാപേനം വേദന ചൈവ കശ്ചിത്. എന്താണ് കൃഷ്ണൻ പറയുന്നത്? ആശ്ചര്യവത് പശ്യ, ആശ്ചര്യത്തോടുകൂടി കാണണം. ആശ്ചര്യത്തോടെ കാണണം എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെ കാണണം. അത്ഭുതത്തോടെ വദതി പറയണം, അത്ഭുതത്തോടെ കേൾക്കണം. എന്താണ് ഈ അത്ഭുതം എന്ന് പറയുന്നത്? അത്ഭുതം മറ്റൊന്നുമല്ല, ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും അവർക്ക് പറയൂ വ്യത്യസ്തരാണ്. ഇതാണ് നോക്കൂ, ആത്മീയതയും ഭൗതികയും സമന്വയിപ്പിക്കേണ്ടത് ഹിന്ദുക്കളായിരുന്നു. ഇത് നമ്മളൊന്ന് ഉണർന്നിരുന്നെങ്കിൽ സത്യത്തിൽ ഈ നമ്മുടെ ഈ ഗവൺമെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അവരാണ് ഈ രാജ്യത്തിൻ്റെ ശാപം. കാരണം ഇവരുണ്ടാക്കിയ കുറേ പൊട്ട സാധനങ്ങളാണ് ഇന്ന് നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് ഭയങ്കര ത്രെട്ടായിരിക്കുന്നത്. ഇത്രയും കഞ്ചാവും ലഹരി ഇവിടെ ഒഴുകുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടെ വരുന്നുണ്ട് DGP, ലാസ്റ്റിൽ അദ്ദേഹം വരുന്നുണ്ട്, പറയും ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ഇവിടെ ഈ ലഹരി വസ്തുക്കൾ വരുന്നത്? കാരണം ഈ ലഹരി വസ്തുക്കൾ വരാൻ കാരണം കുട്ടികളിൽ എവിടെയോ അപകർഷതാബോധവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അവരിലുള്ള സ്ട്രെസ്സും അവരിലുള്ള ഫിയർ സൈക്കിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ് പലപ്പോഴും ഇതിലേക്ക് അവരെ ഉറക്കെ പറയൂ നയിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ഇത്രയും ആളുകളുണ്ടല്ലോ, വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ നിർവചനം പറയാൻ പറ്റും നിങ്ങൾക്ക്? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്? എന്താണ് വിദ്യാഭ്യാസം എന്നതിൻ്റെ ഒരു നിർവചനം പറയാൻ പറ്റും നിങ്ങൾക്ക്? നമുക്ക് സത്യത്തിൽ അതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് അറിയൂ അതിനെക്കുറിച്ച്? വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പോലും അറിയില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടകരമായൊരു കാര്യം. എന്താണ് വിദ്യാഭ്യാസം? നമ്മൾ വിദ്യാഭ്യാസം എന്ന് കരുതിയത്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വിദ്യ നേടലാണ് വിദ്യാഭ്യാസം എന്നാണ്. ആണോ? അറിവ് നേടുന്നതാണ് വിദ്യാഭ്യാസം എന്നാൽ. അതല്ല വിദ്യാഭ്യാസം. തെറ്റിപ്പോയത്. നിങ്ങൾ നോക്കൂ, വളരെ ശ്രദ്ധിക്കുക, അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ ഓരോരുത്തരും അവർക്ക് പറയൂ, ഇന്ന് നമുക്ക് തംപ്രിൻ്റ് തെളിവാണ് അതിന്. അതുപോലെ ശബ്ദം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാവരും മറ്റുള്ളവരിൽ നിന്നും ഈ വ്യത്യസ്തത നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഒരു എക്സാമ്പിൾ പറയാം. 800 കോടി ജനങ്ങൾ ഭൂമിയിലുണ്ടെന്ന് വിചാരിക്കുക. എത്ര? 800 കോടി ജനങ്ങൾ. 180 കോടി ഇന്ത്യയിൽ വെച്ചോളൂ. അങ്ങനെ 140 കോടി ചൈന. അങ്ങനെ കടന്നു പോയാൽ മൊത്തം ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഒരു 800 കോടി എടുക്കുക. ഈ 800 കോടി ജനങ്ങളും ഒരാൾ മറ്റൊരാളിൽ നിന്നും പറയൂ വ്യത്യസ്തരാണെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ വ്യത്യസ്തത ഉണ്ടാക്കാൻ അതിൻ്റെ പിന്നിലൊരു ഇൻ്റലിജൻസ് വേണം. അതിൻ്റെ പിന്നിലൊരു ഇൻ്റലിജൻസ് വേണം, എങ്കിലേ വ്യത്യസ്തതയുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ മെഷീൻ ചപ്പാത്തി മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ ചപ്പാത്തിയും ഒരുപോലെ ഇരിക്കും. എന്നാൽ നിങ്ങളാണ് ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് ഉഗാണ്ടയായിരിക്കും, ഒന്ന് ആഫ്രിക്കയായിരിക്കും, ഒന്ന് ഇന്ത്യയായിരിക്കും, ഒന്ന് കേരളത്തെ പോലെ ലാസ്റ്റ് കഷ്ണം
മാവ് തീർന്നു പോയത്. ഈ കോലത്തിലാണ് നമ്മളുണ്ടാക്കിയ വരിക ആണോ? നിങ്ങളുണ്ടാക്കുന്ന ഒരു പലഹാരവും, ദോശ പിന്നെ പുട്ടിന് പിന്നെ നിവൃത്തിയില്ല കുറ്റിയിലായതുകൊണ്ട്. ഈവൻ ഇഡ്ഡലി പോലും ഒന്നില്ലെന്നും വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മുടെ കൈ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന നല്ലത് ആണോ? അപ്പോൾ ശ്രദ്ധിക്കും നിങ്ങൾ, ഞാനിത് പറഞ്ഞെന്ന് വെച്ചാൽ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഇൻ്റലിജൻസാണ് ഈശ്വരനെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു.